We were in Bangalore, so close. Coffee and coffee, no thanks. പെൺകുട്ടികളുടെ മിമിക്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ സുപ്രഭാതവും കാക്കയും വട്ടിയും പൂച്ചയും മാത്രമേ ഉള്ളൂ. വെറൈറ്റി ആയിട്ടൊന്നുമില്ലേ? ഇല്ലേ ഭാവനെ? സബാനെ, നിനക്കെന്നെ ഇഷ്ടമാണോ? ചിലപ്പോഴൊക്കെ നിന്റെ നോട്ടത്തിലും ഭാവത്തിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തൊരു സ്പാർക്കുള്ളത് പോലെ. എടാ ആസിഫേ, ഇത് മാത്രല്ല, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. നമുക്ക് ശുഭ ചേച്ചിയുടെ പാട്ട് കേട്ടാലോ? ശുഭ ചേച്ചി ആ പാട്ടങ്ങ് തട്ടിയേ. നിലാ പൊങ്കലായല്ലോ പാടൂ നീ, ഓ നിലാ പൊങ്കലായല്ലോ പാടൂ നീ, ഓ മഴക്കോളു കണ്ടാൽ മതിക്കുന്നു നാട്, ഇടത്തോളു ചേരുമ്പോ തനി തങ്കവും കൊണ്ടേ പോകും ഞാന്, ഓ ഓ സ്വന്തം രഞ്ജിനി ഹരിദാസ് ആണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ കേട്ടത് ശുഭ ചേച്ചി പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും കോമഡി ഉത്സവം എന്ന് പറയുന്ന ഈ ഷോ മിമിക്രിക്ക് തന്നെ ഒരു പുതിയ സെൻസേഷൻ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഷോ തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും അടുത്തായിട്ട് വെൽക്കം ചെയ്യാം പരസ്പരം എന്ന് പറയുന്ന സീരിയലിലെ അമ്മായിയമ്മയും മരുമോളെയും. സോ ലെറ്റ്സ് വെൽക്കം ദ അമ്മായിയമ്മ ആൻഡ് ദ മരുമോൾ. ശ്രുതി, സുഭാഷ് വിളിച്ചു നോക്ക്. ശ്രുതി, ക്ഷടാ, ഈ മീനാക്ഷിയല്ലേ പ്രശ്നം ഉണ്ടാക്കും. ഈ മീനാക്ഷി ക്ഷടാ. അമ്മ, ദീപ്തി മുടി മുറിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ അമ്മ തലയിൽ ഹെൽമെറ്റ് വെച്ചേക്കുന്ന? അവൾക്ക് വട്ട. അവളോട് പറ ദൂരെ മാറ്റാൻ. എന്നാലല്ലേ ദീപ്തി മുടി മുറിച്ചല്ലോ എന്ന് അറിയാൻ പറ്റൂ, അല്ലേ അമ്മ? നിങ്ങള് കൊറേ നേരമല്ല അമ്മായിയമ്മയും മരുമോളും കിടന്ന് വേഷം കെട്ടാൻ തുടങ്ങിയിട്ട്. ഞാനിവിടെ നിക്കണ കാര്യം നിങ്ങൾ മറക്കണ്ടാട്ടാ. ഇതാരാ? അടുത്തല്ല, എന്താണ് ഇതിനൊക്കെ പിടിച്ചില്ലേ? മോളെ അനുപമേ, ഒരു പാട്ടങ്ങ് പാടിയടി. கொஞ்சம் நிலவு கொஞ்சம் நெருப்பு ஒன்றாக சேர்ந்தால் எந்தன் தேகம், கொஞ்சம் மிருகம் கொஞ்சம் நெருப்பு ஒன்றாக சேர்ந்தால்